ਜਿਹਨੂੰ ਆਖ ਕੇ ਮਲੰਗ ਦਿਲੋਂ ਕੱਢ ਕੇ ਗਈ ਸੀ ਨੀ ਮੈਂ ਉਹ ਨਹੀਂ ਰਿਹਾ ਜਿਹਨੂੰ ਛੱਡ ਕੇ ਜਿਹਨੂੰ ਆਖ ਕੇ ਮਲੰਗ ਦਿਲੋਂ ਕੱਢ ਕੇ Treat every part of your towel nicely because the part that wipes your bum today will wipe your face tomorrow. Shubh Ratri. If you stick your two fingers in like this and then put your thumb on top like this, that will increase the pleasure. If you stick Sherry lady, going through emotion. Love is where you fall. കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസ് പാളിപ്പോയി. പക്ഷെ ഇക്കൊല്ലം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്തണം ചോദിട്ടാ. നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങൾ. കഴിഞ്ഞ കൊല്ലത്തും ഇവിടെ പല ഡിസിഷൻസ് തഞ്ചാവൂർ ചില്ലക്കാരി നീ ഓർത്തു വെച്ചോ. ശരിയാണ്. അപ്പൊ ഞാൻ പോയി ഞാൻ ചിലപ്പോ കരയും. നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് വരാം. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്ക്, ഞാൻ വക്കീലുമായിട്ട് മോനെ, ആരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ്? അച്ഛൻ. ചായ എടുക്കട്ടെ? വേണ്ട. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പോരല്ലേ, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ഒരു കപ്പ്. മോനെ, ആരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ്? ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഈ ഗ്രൂപ്പിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഐത്തിൽ വഴി പോവുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും അന്നദാനം നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിനകത്ത് ഇടും. അന്നേരം വേറെ ആരെങ്കിലും ഐത്തിലോട്ട് വരികയാണെങ്കിൽ അത് കയറി അറ്റൻഡ് ചെയ്യാം. അതിനങ്ങനെ കണ്ണനെല്ലൂർ വഴി പോവുകയാണെങ്കിൽ വേറെ ആരെങ്കിലും അതുവഴി പോവുകയാണെങ്കിൽ അവരെ ശ്രദ്ധയപ്പെട്ട് കഴിഞ്ഞാൽ അത് ഗ്രൂപ്പിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതുവഴി പോവുകയാണെങ്കിൽ എനിക്കത് ഉപകാരപ്പെടും. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടണം. എൻ്റെ ഫോൺ നമ്പർ 97 44 32 58 74 80 75 67 12 48. ഫുഡ് മുഖ്യം. If you are feeling bored, open your zip, put your hand in and take out the book from the bag and start reading. I hope you were thinking the same.
If you are feeling ഷാസ് എൻ്റെ BF-ന്റെ ബർത്ത്ഡേക്ക്, എൻ്റെ ദൈവമേ, ഷാസ് എൻ്റെ BF-ന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ വേദനിക്കാത്ത ബെൽറ്റ് സജസ്റ്റ് ചെയ്യുമോ? വേദനിക്കാത്ത ബെൽറ്റാ? അതെന്തൊരു ബെൽറ്റ്? ഇവരൊക്കെ എനിക്കാണ് എന്നെ കളിയാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. ഇവരൊക്കെ വേദനിക്കാത്ത ബെൽറ്റ്, അതെന്ത് ബെൽറ്റടേ? ഈശ്വര, ഇനി ഇതിലും വല്ല അർത്ഥം ഉണ്ടോ എന്തോ ഈശ്വര. LV-യുടെ ബെൽറ്റ് തന്നെ മേടിച്ചു കൊടുക്കാനാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ പിന്നെ ബുൾച്ചി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്, അതിന്റെ ബെൽറ്റ് നല്ലതാണ്. ബുൾച്ചി. ഇതിൽ വല്ല അർത്ഥം ഉണ്ടോ എന്തോ പഠിച്ചോനെ. ഞാൻ ഇപ്പൊ ഓരോ ഇതും വായിക്കാൻ, 1000 അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹത്തെയാണ്. നിങ്ങളാണ് എന്നെ വളർത്തിയത്. സംഗതി എല്ലാം പുറത്തു വരും. ഞാനൊരു കാര്യം പറയാം, ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റേ വൺസിലിട്ട് ഫോട്ടോസും വീഡിയോസും അയക്കുന്ന പരിപാടി ഉണ്ട്. അതിപ്പോ അവനായാലും അവക്കായാലും ആർക്കായാലും ശ്രദ്ധിച്ചോ, വാട്സപ്പിൽ വൺസിട്ട് അയച്ചാലും എല്ലാമാർക്കും എല്ലാം കാണാം. വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റിൽ മറ്റേ പോപ്പ് സ്ക്രീനിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഇനി വൺസായിട്ട് കാണാൻ വേണ്ടി അയക്കുന്ന സാധനം അവർക്ക് മറ്റേ പോപ്പ് സ്ക്രീനിന്റെ പരിപാടി ഇട്ട് കഴിഞ്ഞാൽ സുഗമമായി ഈ കാണുന്ന ടെക്നിക്ക് ഉപയോഗിച്ച് അവർക്ക് കാണാം. അതിന് വീഡിയോ ആയാലും ഫോട്ടോ ആയാലും സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും എല്ലാം എടുക്കാം. സ്ക്രീൻ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമായിട്ട് ക്രോപ്പ് ചെയ്താൽ ഒരു പെർഫെക്റ്റ് വീഡിയോ ആയിട്ടും കിട്ടും. ഒരു കാര്യം പറയാ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, നോക്കി കണ്ടൊക്കെ അയക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടപ്പെട്ട. നിജമല്ല അവനെ കൈവിട മാട്ടെ. പക്ഷെ ഉന്നെ മട്ടും കാതലിച്ച മറ്റു സുന്ദരിമാരെന്നോട് പിണങ്ങൂല്ലേ? എല്ലാ കസ്റ്റമേഴ്സിനെ ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? മനസ്സ് കട്ടൊരു മോഹിനി. எப்படிப்பா இதெல்லாம் கேட்க முடியும்? சரி, உன் சைட்லயும் ஒரு நியாயம் இருக்கு. हाँ, फोटो अच्छी है. फोटो कैसे मिलेगी मुझको? ബിസിനസ് അല്ലോ കിട്ടി തുടിപ്പീടിയ. എടാ, ഓണത്തിന് പെരുന്നാളൊക്കെ നല്ല കച്ചവടമായിരിക്കും. അജാസേ, കോഴിപ്പീടി തുടങ്ങിയാലോ? ഭയങ്കര മനസ്സിലാ. എടാ, 1 കിലോ കോഴിക്ക് 150 20 തീറ്റൊക്കെ ഉള്ളൂ. കോഴില്ലാന്ന് കോഴിക്കോട്ടും പറ്റിയും ചിന്തിച്ചു നോക്ക്. അല്ല കുറച്ചോനെ കിട്ടി. പൊളിച്ച ബിസിനസ്. എന്താ ടാക്സി സർവീസ്? ടാക്സി സർവീസ് ബിസിനസ്. You need something to tie my hair? नहीं. You need something to tie my hair? नहीं. രാവിലെ മീൻ വാങ്ങി കൊണ്ടുവന്ന പൂച്ചപ്പെണ്ണ് കറുപ്പായിക്ക് നൽകിയ ശേഷം മക്കളെ ഇവിടെ ഇരി, അമ്മ അണ്ണാന്റെ സുഖവിവരം തിരക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് യാത്രയായി. അനുസരണ 5 നിമിഷം മാത്രം. കൈകളുടെ തെരുപ്പ് കണ്ണിലെത്തിയപ്പോൾ കണ്ടത് ചിത്രശലഭത്തെ. ഒന്ന് കറങ്ങി കടിച്ചപ്പോഴേക്കും കിട്ടിയത് ഇല. മുകളിൽ പൂവീന്ന് തേൻ കുടിക്കാൻ വന്ന വണ്ടിന് മുന്നിൽ അപമാനിതൻ. എന്നാൽ വണ്ടിന് മുന്നിൽ തന്റെ കരുത്ത് തെളിയിക്കാൻ പറ്റിയ നേരം. ദൃഷ്ടി ലക്ഷ്യത്തിലുറപ്പിച്ച് പാദചലനം പൂവിതൾ വീണ നാദത്താൽ ചുവട് വെച്ച് വണ്ടിന് മുന്നിൽ തലയെടുപ്പോടെ കറുപ്പായി. മയിൽ വിശ്വരൂപം കാട്ടിയതും പാദം തൊടാതെ ഓടേണ്ടി വന്നു. അമ്മയെ കാണണമെന്ന നിലവിളി ശക്തമായി. കരച്ചിലകറ്റാൻ ഫോണിന് സാധിക്കുമെന്ന് കരുതിയെങ്കിലും മാറ്റി നോക്കി കട്ടാക്കി. തനിക്ക് കാണേണ്ടത് അമ്മയെ വാതിൽപ്പടിയിലും. Hey Otto. No. You. Yes, madam. Are you going to college? No. Today I am going to romantic place. This is your appointment letter. From today, you are not an auto driver. From today, you are my lover. What, madam? Yes, I know. You are double MA. Everybody, I have an announcement to make. It's also a little weird, but I do have a boyfriend. Oh my! He said tomorrow that I'm gonna marry him. No, you're not getting married. Ha! You tell him tomorrow. We say, I'm not getting married to you. I'm too young.
You got a boyfriend too? Oh my goodness. You kissed me one time. What? Scandal. On the cheek, right? No, on the lip. ഒരു അർജന്റ് കാര്യമുണ്ട്. ആ ടോബി പറയൂ. രാജോട്ട് ഐ എം സോറി ടു സേ മലയാള സിനിമ അപമാനിക്കപ്പെട്ടു. എന്തു പറ്റി? നിന്നെ ഏതെങ്കിലും സെറ്റിൽ നിന്ന് പുറത്താക്കി? അപ്പൊ രാജുവേട്ടനെ അത് അറിഞ്ഞില്ലേ? കേട്ടു നോക്ക്. ഹലോ ആൻഡി, ദുൽഖർ സൽമാൻ ഗാരു നമസ്കാരം. രാജുവേട്ടൻ കേട്ടോ? നമ്മുടെ DQ-നെ കയറി അണ്ടിന്ന് വിളിച്ചേക്കും. ഞാനെങ്ങനെ ആയിരിക്കണായിരുന്നു? അണ്ടി നിങ്ങളുടെ കുഞ്ഞമ്മയുടെ മാപ്പിളയാന്ന് പറഞ്ഞു. തെലുഗുല് അണ്ടി എന്ന് പറഞ്ഞ റെസ്പെക്ട് അണ്ടിന്ന് വിളിച്ചുള്ള ഒരു റെസ്പെക്റ്റും എനിക്ക് വേണ്ട. നീ കാര്യം മനസ്സിലാക്കുക. ഞാൻ കുറച്ച് തിരക്കില്ല, അവിടെ ഷൂട്ട് അപ്പൊ ഞാൻ അവിടെ മിന്നൽ മുരളി 2ന്റെ പ്രൊമോഷന് പോയി കഴിഞ്ഞാൽ എന്നെ അണ്ടി മിന്നൽ മുരളി എന്നാണ്. ചിലപ്പോ അണ്ടി ടോനെന്നായിരിക്കും വിളിക്കാൻ. അയ്യേ രാജോട്ടാ. ആ ചിരി തുടങ്ങി. ഇതൊന്ന് കഴിഞ്ഞാ പറയാം. ബാക്കി പിന്നെ വിളിച്ച് ചിരിക്കാം. ഇപ്പൊ ഷൂട്ടില്ല. ബൈ. കട്ട് ചെയ്തു. പുതിയ മുഖം പാടാനും ആഡീസേലി പറയാനും സമയമുണ്ട്. നമ്മൾ നീലാകാശം പച്ചക്കടലിലെ ദുൽഖർ ഞാനും നീ സണ്ണി ലിയോണും. ഓ വെയിൻ വെയിൻ, നമ്മൾ ബൈക്കിൽ അങ്ങനെ പോവാൻ പോണു. ഞാൻ പറഞ്ഞല്ലേ കാറി വരാന്ന്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് കണ്ടോണ്ട് ഇറങ്ങണ്ടെന്ന്. നമുക്ക് ബസ്സിലെ ട്രെയിനിലെ എല്ലാം പോവാടാ തിരിച്ച്. എനിക്ക് വയ്യടാ ഇനി ബൈക്കില്. ചന്തി ഉണ്ടെന്ന് ഇപ്പൊ അറിയാൻ പറ്റുന്നില്ല എനിക്ക്. നീയാണ് ഈ ബൈക്കിന്റെ കാര്യം എടുത്തിട്ടത്. നിനക്ക് എന്നെ ഉപദേശിച്ച് മാറ്റായിരുന്നല്ലോ. കണ്ട, ഒരു ചന്തി പകുതി വെച്ച് ഒരു ചന്തി ഇപ്പുറത്തൊക്കെ വെച്ച് ഇങ്ങനെ വന്ന ഈ തിരിച്ചെങ്ങനെയാടാ? അപ്പോഴേ ഉമ്മച്ചി പറഞ്ഞേ പോണ്ടാന്ന്. നീലാകാശം പച്ചക്കടലിലെ ദുൽഖർ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇത് കണ്ടെങ്കിൽ ഒരു കള്ളൻ്റെ ഒരു സ്നേഹം നോക്കണം. നിങ്ങൾ കള്ളനെ ഞാൻ കുറ്റം പറയില്ല കേട്ടോ. കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ പേസ് നഷ്ടപ്പെട്ടു അരീക്കോട് മമതാ ജൻസല്ലേ. അതിലുള്ള എല്ലാ രേഖയും കള്ളത പോസ്റ്റ് വഴി അയച്ചു തന്നാണ്. ലൈസൻസ്, ATM കാർഡ്, ലൈസൻസിൻ്റെ ഡൂപ്ലി, പാൻ കാർഡ്. കള്ളന് എന്ത് നല്ല സന്മനസ് ഉണ്ടായിരുതാ. ATM കാർഡ്, ആധാർ കാർഡ്, എൻ്റെ ഐഡൻറ്റി കാർഡ്, ഇതൊക്കെ വായിച്ചെന്നാണ്. നല്ല ഇതൊരു കള്ളനെ ബോലോത്ത് ഓടി ഉണ്ടാവില്ല. പൈസ കൊടുത്ത് അത് നല്ല മനസ്സാണ്. അതായത് ഇത് അയച്ചെന്നല്ലോ. ഈ A few moments later. പോളിടെക്നിക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാണ്.